ഹലോ, ഹൗ ആർ യു ഓൾ? ഇതൊരു വാക്സിനേഷൻ വ്ളോഗാണ്. മകളുടെ 3.5 മാസത്തെ വാക്സിനേഷനാണ്. അവൾക്ക് ആക്ച്വലി 5.5 മാസമായി. ഫസ്റ്റ് വാക്സിൻ 45 ഡേയ്സിൻ്റെ വാക്സിൻ കുറച്ച് ഡിലേ ആയിരിക്കും, ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ബാക്കിയുള്ള വാക്സിൻസ് നമുക്ക് എടുക്കാൻ കഴിയും. വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇന്ന് വാക്സിനേഷൻ ഇമ്പോർട്ടൻസ് അറിയാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ എൻ്റെ അമ്മയാണ് പറഞ്ഞത്, ഇല്ല അത് ചെയ്യണം. എൻ്റെ അമ്മ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ആക്ടിവിറ്റി സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, പലരെയും നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ നിർബന്ധിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്തവരുണ്ട്, ആ ഒരു വീഡിയോ ചെയ്യാം, അതൊരു നല്ല കാര്യമാണ്. വളരെ സില്ലി ആയിട്ടുള്ള റീസൺസ് പറഞ്ഞാണ് പലരും വാക്സിനേഷൻ എടുക്കാതിരിക്കുന്നത്. ജെന്യൂൻ ആയിട്ടുള്ള റീസൺ, ലൈക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലാതെ സില്ലി ആയിട്ടുള്ള റീസൺ പറഞ്ഞ് വാക്സിൻ എടുക്കാതിരിക്കുകയും ചെയ്യരുത്. വാക്സിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗുരുതരമായ പല രോഗങ്ങളിൽ നിന്നും നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള സുരക്ഷിതമായ ഫലപ്രദമായ ഒരു മാർഗങ്ങളിൽ ഒന്നാണ് സമയാനുസൃതമായിട്ടുള്ള വാക്സിനേഷൻസ്, കുത്തിവയ്പ്പുകൾ എന്ന് പറയുന്നത്. ഇതുപോലൊരു ബുക്ക് നമുക്ക് ഹെൽത്തിൽ നിന്ന്, അതായത് ആശാ വർക്കർമാർ നമുക്ക് നൽകുന്നതാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇതിൽ ഒരു കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വാക്സിനേഷൻ ഇമ്പോർട്ടൻസും ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാതൃശിശു സംരക്ഷണ കാർഡ് ഇതാണത്. ശിശുവായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ടത്, ഈ ഒരു ബുക്ക് മാത്രം കൊണ്ടുപോയാൽ മതി. ഇതിൽ തന്നെ നമ്മുടെ ആധാർ നമ്പറും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ബൈ ചാൻസ് ഇതിൽ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതി ചേർക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് കയ്യിലിട്ടെങ്കിൽ നല്ലത്. കുഞ്ഞു ജനിക്കുന്ന സമയത്ത് നമ്മൾ വളരെ കരുതലോടുകൂടി ജീവിക്കണം എന്ന് പറയില്ലേ, അതുപോലെ ഒരു കരുതൽ തന്നെയാണ് ഈ വാക്സിനേഷനും. വരും കാലങ്ങളിൽ ഒരു വലിയ വലിയ രോഗങ്ങളിൽ നിന്നും നിങ്ങളെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നൽകുന്ന ഒരു കരുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വാക്സിനേഷൻ നൽകണം. കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയും. ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കുഞ്ഞിനെ കുളിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളത്തിൽ തുണി മുക്കി തുടച്ച് കുളിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കുളിപ്പിച്ച് ഫ്രഷ് ആക്കി കൊണ്ടുപോകുക. കാരണം വാക്സിനേഷൻ കഴിയുന്ന സമയത്ത് ചില കുട്ടികൾക്ക് പനിയും മേലുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എണ്ണ തേച്ച് കുളിപ്പിക്കുക അല്ലെങ്കിൽ ക്രീമുകൾ പുരട്ടാൻ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പോകുന്നതിന് മുമ്പേ തന്നെ അവരെ ഫ്രഷ് ആക്കി കൊണ്ടുപോകുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവരെ ഫ്രഷ് ആക്കി അല്ലെങ്കിൽ നന്നായിട്ട് കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകുക. രണ്ടാമത്തെ കാര്യം നന്നായിട്ട് ഫീഡ് ചെയ്യുക, നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്ത് ഒരു വയറ് നിറച്ച് കൊണ്ടുപോകുക. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ലോഷൻസ്, ക്രീമുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലുകൾ അങ്ങനെയൊന്നും വാക്സിനേഷൻ്റെ ദിവസമോ അടുത്ത 3 ദിവസമോ അവർക്ക് പുരട്ടാതിരിക്കുക, അതാണ് ഉചിതം. നാലാമത്തെ കാര്യം അവർക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിമ്പിൾ ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കുക. ഇത് വാക്സിൻ എടുക്കുന്ന സമയത്തായാലും പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ വേണം അവർക്ക് ഇരിക്കാൻ. ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക, ലൈറ്റ് കളേഴ്സ് ലൈറ്റ് വെയിറ്റ് ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കുക. അഞ്ചാമത്തെ കാര്യം വാക്സിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 3-4 ഗ്ലാസ് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം മാത്രം അവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. നന്നായിട്ട് പാല് കൊടുക്കുക. പാല് കൊടുക്കുമ്പോഴാണ് അവരുടെ വാക്സിനേഷൻ കാരണം ഉണ്ടാകുന്ന ക്ഷീണമോ പനിയോ എല്ലാം പോകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കണം. ഇനി വാക്സിനേഷന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ സംഭവം എടുക്കണം. ഓക്കെ, മാതൃശിശു സംരക്ഷണ കാർഡ് എടുക്കണം. രണ്ടാമതായിട്ട് ഒരു ടവൽ, ടർക്കി എന്തെങ്കിലും കയ്യിൽ കരുതുക. പിന്നെ കുഞ്ഞിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടോയ് കയ്യിൽ കരുതുക. കാരണം വല്ലാതെ കരയാൻ ചാൻസ് ഉണ്ടല്ലേ കുഞ്ഞുങ്ങളാണ്. വാക്സിൻ എടുക്കുന്ന സമയത്ത് അവരെ ആ പെയിനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനോ അവരെ എൻ്റർടൈൻ ചെയ്യാനോ എന്തെങ്കിലും ഒരു കുഞ്ഞി ടോയ് കയ്യിൽ കരുതുക. വാക്സിനേഷൻ്റെ പെയിന് കാരണം അവർ കരയാണെങ്കിൽ വളരെ ജെൻറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യുക. അവരെടുത്ത് ഷേക്ക് ചെയ്യാനോ എടുത്ത് ഓടാനോ അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് അവരൊന്ന് ഹഗ് ചെയ്യുക. പതിയെ അവരെ തലയിൽ നിന്ന് തടവി കൊടുക്കുക. നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടോയ്സ് അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുക, കളിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. വാക്സിനേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ തന്നെ അവർ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളം കുടിക്കുക, എന്നിട്ട് ബ്രസ്റ്റ് മിൽക്ക് നൽകുക. ഒരു 20-25 മിനിറ്റ്സ് നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. എന്നിട്ട് അവർ ഒന്ന് ഉറങ്ങി എണീക്കാൻ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ, പാല് കുടിച്ച് ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ കുറേ ക്ഷീണമൊക്കെ കുറയും.
പനി വരാതിരിക്കാനുള്ള സിറപ്പുകൾ ഹോസ്പിറ്റലിൽ തന്നെ നൽകുന്നതാണ്. അപ്പോൾ ആ സിറപ്പുകൾ നിങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൽകുക, പനി ഉണ്ടെങ്കിൽ നൽകുക. അതിന് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് അവർ ഹോസ്പിറ്റലിൽ തന്നെ തരുന്നതാണ്. നിങ്ങൾക്ക് ഡോക്ടർ സിസ്റ്റർ ആരാന്ന് വെച്ചാൽ അവർ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് തരും, അത് ഫോളോ ചെയ്യുക. വാക്സിനേഷൻസ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പോയി നമുക്ക് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ അത് ബുധനാഴ്ചയും ശനിയാഴ്ചയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ശനിയാഴ്ച മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് അങ്ങനെയാണ് അറിയുന്നത്. ഇതിൽ എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടായില്ല, എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് പറയുക. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് ഈ ദിവസങ്ങളിലാണ് വാക്സിനേഷൻ നൽകപ്പെടുന്നത്. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ അത് കരുതി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കേണ്ട. ഹോസ്പിറ്റലിൽ ചെല്ലുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കുട്ടിയുടെ വെയിറ്റും എല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് അവർ വാക്സിൻ എടുക്കുന്നത്. നിങ്ങൾ ചെന്ന ഉടനെ വാക്സിൻ വെക്കില്ല. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് ആയാലും കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി ആയാലും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വാക്സിൻ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് പേടിക്കേണ്ട. ചെറിയ കോൾഡോ കഫൊക്കെ ഉണ്ടെന്ന് കരുതി വാക്സിനേഷൻ മാറ്റി വെക്കേണ്ട. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ ഓക്കെ പറയുകയാണെങ്കിൽ വാക്സിൻ എടുക്കാവുന്ന ഡേറ്റിൽ തന്നെ. നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സിനും നിങ്ങൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നിങ്ങൾ അവരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കുഞ്ഞിൻ്റെ മാത്രമല്ല ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിൻ്റെ ഡൗട്ട്സ് ആയാലും അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇന്ന് എനിക്ക് അവിടെ സിസ്റ്റർ തന്നൊരു അഡ്വൈസാണ്. വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കഴിക്കണമെന്ന് പറഞ്ഞു. വീക്ക്ലി വൺസ് വെച്ചൊരു 2 months കഴിക്കണം എന്നാണ് എന്നോട് മാം പറഞ്ഞത്. നിങ്ങൾ അവരോടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പല ഇൻഫർമേഷൻസും അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് മദർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. സോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ പറഞ്ഞു തരും. ഈവൻ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡോക്ടർ സിസ്റ്ററോട് ചോദിക്കാൻ മടിയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആശാ വർക്കറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അവരോട് ഡൗട്ട്സ് ചോദിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരിൽ നിന്ന് അറിയാൻ പറ്റുന്നതാണ്. വാക്സിനേഷൻ്റെ ഡേറ്റുകളായാലും ഏതൊക്കെ ദിവസങ്ങളാണ് വാക്സിനേഷൻ ഉണ്ടാവുക, ഏതൊക്കെ ടൈമിലാണ് എടുക്കേണ്ടത്, ബൈ ചാൻസ് നിങ്ങൾ ഓൺ ടൈമിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ഡിലേ ആയി പോയാൽ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ഡൗട്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ്. എൻ്റെ പരിമിതമായ അറിവിലുള്ള വാക്സിനേഷൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. ഓൾസോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും അതും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ പരിമിതമായ അറിവുകളിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. ഞാൻ തിരുത്തുന്നതായിരിക്കും. ബൈ.